ഇന്ന് കലോത്സവത്തിൻ്റെ 3-ാം ദിവസമാണ്. ഭക്ഷണ കമ്മിറ്റി എല്ലാ സന്നാഹത്തോടും ഇതിനെ സമീപിച്ചിരിക്കുകയാണ്. ഇന്ന് 6000-ത്തിലധികം ആളുകൾ ഭക്ഷണം കഴിക്കും. പയ്യന്നൂരിൻ്റെ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പ് പ്രഥമനാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. എല്ലാ ദിവസവും വ്യത്യസ്ത തരം പായസം ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി ഭക്ഷണ കമ്മിറ്റി നൽകും. സമ്പൂർണ്ണ ശുചിത്വവും അതോടൊപ്പം മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ക്യാമ്പയിൻ്റെയും കൂടി ഭാഗമായി ഈ കലോത്സവ വേദിയും ഭക്ഷണശാലയും മാറ്റിയെടുക്കാൻ വേണ്ടി ഭക്ഷണ കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പരമാവധി ഇല ഉപയോഗം കുറച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം പ്ലേറ്റിലാണ്, ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലേറ്റാണ്. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ക്യൂ പോലും ഇല്ലാതെ ക്യൂവിൽ ഒരാൾ പോലും ഒരു മിനിറ്റ് പോലും ക്യൂവിൽ നിൽക്കാത്ത രൂപത്തിലേക്കുള്ളൊരു സംവിധാനം ഭക്ഷണ കമ്മിറ്റിയുടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 100 കണക്കിന് അധ്യാപികമാരും അധ്യാപകരും ഒക്കെ തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. വളരെ കൃത്യമായി ഒരു പ്രയാസമില്ലാതെ ഏറ്റവും രുചികരമായ ഭക്ഷണം ഇവിടെ എത്തുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും വിധികർത്താക്കൾക്കും ഇതിൻ്റെ സംഘാടകർക്കും നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഈ പാചകം ചെയ്യുന്നത് ഈ രംഗത്തെ ഏറ്റവും വിദഗ്ധനായുള്ള ദേവു ദാമോദർ പുഴകളാണ്. അദ്ദേഹം പാചകരത്നം അവാർഡ് കിട്ടിയ ആളാണ്. നിരവധി കലോത്സവങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്ത് വിതരണം നടത്തിയ അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും ഈ കലോത്സവത്തിൻ്റെ ഭക്ഷണ കമ്മിറ്റിയെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിൻ്റെ സംഘാടക സമിതിയെക്കുറിച്ച് പറയുമ്പോൾ പയ്യന്നൂർ നഗരസഭ ഏറ്റവും വലിയ പിന്തുണ ഈ ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പയ്യന്നൂരിൻ്റെ MLA അദ്ദേഹം നിരന്തരം ഈ ഓരോ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വളരെ കൃത്യമായി ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ആവേശകരമായ ഏറ്റവും കൃത്യമായൊരു ഇടപെടലിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പരാതി ഇല്ലാത്ത രൂപത്തിൽ ഭക്ഷണ കമ്മിറ്റി മുന്നോട്ട് പോയിട്ടുണ്ട്. തുടർ ദിവസങ്ങളിൽ മാധ്യമങ്ങളോ നല്ല സഹായം, ഞങ്ങൾക്ക് നല്ല പ്രചരണം മാധ്യമ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകും. നാളെ KSTയുടെ ഇന്ന് സംഘടനയാണ് ഈ ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്നത്. വളരെ കൃത്യം നാളെ അധ്യാപികമാരാണ് ഈ ഭക്ഷണ വിതരണത്തിന് പൂർണ്ണമായ ചുമതല ഏറ്റെടുത്ത് 100-200-ലധികം അധ്യാപികമാർ നാളെ ഭക്ഷണ വിതരണം നടത്തും. ഒരു പ്രയാസവുമില്ലാതെ ഏറ്റവും കൃത്യമായ ഇടപെടലൂടെ ഇവിടെ എത്തുന്ന ആളുകൾ വയറ് നിറച്ച് പോകാനുള്ള സംവിധാനം നമ്മൾ